മൊത്തം പുളിയുറുമ്പ്. അപ്പൊ ഡ്രൈവർ സമ്മതിക്കണ്ട. ഡ്രൈവർ പറഞ്ഞ ആള് കൊണ്ടുപോകണമെന്നുണ്ടായി കുറച്ച് കൊടുത്തുള്ളൂ. പിറ്റേ ദിവസം ചിലപ്പോ ഒരാളെ പോലും ഇല്ല. ആരോ കാര്യം കൊണ്ടുപോയി. 4 വണ്ടിയുണ്ട്. സുഖമായിട്ട് ആ പറ. ആ നമുക്ക് ആട് പുറത്ത് ചാടണത് കാണാം. ആട് പുറത്തേക്ക് ചാടുന്നതാണ്. കൊല്ലി വെച്ചിട്ടുണ്ട്. ചില കഴുത്തിൽ വാല് ലോട്ടറി വിറ്റ് വന്ന ആദ്യത്തെ പണി ആടിനെ പുറത്തിറക്കുക. അത്ര നേരം നീ വന്ന ഒരു ഏറ്റവും കൂട്ടിലേക്ക് കൊടുക്കും. അല്ലെങ്കിൽ അവരുടെ ഹള വെച്ച ആൾക്ക് കൂടെ വെച്ച കുഴപ്പമില്ലേ. ഇത് എടുക്കാനൊക്കെ മറ്റേ ഇത് കൂടാണെങ്കിൽ ചെറിയൊരു ലോക്ക് തുറന്ന് വെച്ച് കൊടുക്കാം. ഇത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒക്കെ മൂത്രം വെച്ചിട്ടുണ്ടാവും. അല്ല അവർക്ക് തിന്നില്ല. അവര് മൂത്രം വെച്ചത്. അപ്പൊ ഞാൻ ഒരുവിധം കാലത്ത് തിന്നു, അത്യാവശ്യം തിന്നു. പക്ഷെ മാറിണ്ടാവും. എന്നാലും കുറച്ചും കൂടി എലോബലൊക്കെ വെച്ച് കൊടുത്തിട്ട് പോവാം. അപ്പൊ അവര് ഇതോളൂ, കുഴപ്പമില്ല. ഇപ്പൊ തള്ളാതെ വയറ് കൊണ്ടില്ല കേട്ടോ. തള്ള കൊടുക്കണം. തള്ളേനെ ഇറക്കണം. ചൂടോടെ കൊടുത്താലേ കഴിക്കുമോ? എന്നിട്ട് വെള്ളം കുറച്ച് കഞ്ഞി വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. എന്നിട്ട് അത് കുടിക്കണം. ചെറിയ ചൂട് വേണം അല്ലേ? ചൂടില്ലെങ്കിൽ കുടിക്കില്ല. നന്നായി പഠിക്കോ? നന്നായി പഠിക്കണട്ടാ. ഈ ഒരു റൂമുള്ളോടി, ഈ ഒരു ഒറ്റ റൂം. അവർക്ക് പഞ്ചായത്തിന് കൊടുത്ത വീടത്. അപ്പൊ അവർക്ക് ഭക്ഷണം വെക്കാനായിട്ട് ഇത് കളഞ്ഞില്ല. ഇത് നമുക്ക് ഉപയോഗിക്കാം. നനക്കല്ലേ നീക്ക്. ചേട്ടന് എന്ത് പറ്റി? നീ അത് പറഞ്ഞില്ലല്ലോ. അമ്മ പറയട്ടെ. 6 മാസത്തിലൊക്കെ പിന്നെ അത് ഹോസ്പിറ്റലിൽ കൊണ്ടായെങ്കിലും സമയം കുറച്ച് വൈകി. അവിടെ കുറച്ച് ചുറ്റി കളിച്ചത് കാരണം കൈ വീക്കായി. ഒന്നും പറ്റില്ല. കുറച്ച് കൊണ്ടുവന്നോ കൈ അടുത്തത്. നമ്മളത് അധ്വാനിച്ച് ശരിയാക്കേണ്ടതായിരുന്നു. ശരിയാക്കി
ഇത് അടുപ്പത്തിന് വെച്ച നേരത്തിൽ ചൂടുണ്ട് ചൂടാക്കല്ലേ മാറി മാറി അത് ചൂടുണ്ട് അത് മതി ഗ്യാസ് പറഞ്ഞ കളയാൻ ആടുകൾക്ക് വെള്ളം കൊടുക്കാട്ടോ. കുടിച്ചോ കുടിച്ചോ. നല്ല ദാഹം. ഇതുണ്ടായിരുന്നു വെള്ളം കുടിച്ചിട്ടില്ല. അപ്പൊ അവര് വായി നോക്കിയിട്ടുണ്ട്. കുടിച്ചോട്ടോ കുടിച്ചോ. ബാക്കി വല്യമ്മണ് നീയും കുടിച്ചോ. പിന്നെ ഇത് കൊടുത്താൽ സമാധാനം. ഞാൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സുഖം. ഇല്ലെങ്കിൽ നമ്മൾ ഇറക്കി അനുവദിക്കും. അപ്പോൾ 3 കുട്ടിക്കുണ്ട് കുഴപ്പമില്ല.